പലപ്പോഴും ആസ് പേരൻസ് വി മെസ് അപ്പ് എന്നുവെച്ചാൽ നമ്മളെ മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. എത്ര തന്നെ ജെന്റിൽ പേരൻറ് ഫോളോ ചെയ്യുന്ന ആളായാലും നമ്മൾ നമ്മുടെ കുട്ടീനെ അടിക്കില്ല, വഴക്ക് പറയില്ല എന്നൊക്കെ വിചാരിച്ചാലും ചില മൂമെന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് അതങ്ങ് വിട്ടുപോകും. നമ്മൾ അറിയാതെ ഷൗട്ട് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്, വെരി നാച്ചുറലി. കാരണം നമ്മൾ ആരും ഗോഡ് അല്ല. നമ്മുടെ ക്ഷമയ്ക്കും ഒരു ലിമിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് പലതും ആയിരിക്കും. ആ ഒരു മൂമെന്റിൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് ട്രിഗേർഡ് ആയി പോകും. പക്ഷെ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതി, അതാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മെസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എനിക്ക് അറിയാതെ എപ്പോഴെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ എനിക്ക് റിയലൈസ് ചെയ്ത ഉടനെ ഞാൻ എന്റെ മോളോട് പറയാം സോറി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഹഗ് കൊടുക്കും, അതൊക്കെ ചെയ്യും. അപ്പൊ ഇത് എപ്പോഴും കണ്ട് വളർന്ന എന്റെ മോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത അപ്പൊ തന്നെ എന്റെ അടുത്തേക്ക് ഓടി വന്നില്ല എനിക്ക് കെട്ടിപ്പിടിച്ചു താരേ എന്ന് പറയും അവളുടെ ഭാഷയിൽ. ഇത് കേൾക്കുമ്പോ എന്ത് ദേഷ്യത്തിലിരിക്കുന്ന നമ്മളാണെങ്കിലും നമ്മൾ അങ്ങ് ചിരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മളും അങ്ങ് കെട്ടിപ്പിടിച്ചു പറയാ. അപ്പൊ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാനല്ല നമ്മൾ അവരെ കൂടുതൽ പഠിപ്പിക്കേണ്ടത്. മിസ്റ്റേക്സ് ഒരു നാച്ചുറൽ പ്രോസസ് ആണ് ലൈഫിന്റെ, ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്. അതിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ പല ലെസൺസും പഠിക്കുന്നത്. പക്ഷേ മിസ്റ്റേക്സ് ചെയ്തിട്ട് അതെങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നു, ആ ഇമോഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൂടുതൽ മോഡൽ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്.